അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു പടുകൂട്ടാൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് താളൊക്കെ അരി നമ്മളെ സോനിയാണ് മുൻകൈ എടുത്ത് ഇറങ്ങിയിരിക്കുന്നത്. വീഡിയോയിൽ നിൽക്കാനുള്ള ഇഷ്ടം കൊണ്ട് പോയതാണ്. ഇനിമിച്ച് ഞാൻ താളെടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലയൊന്നും കളഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ ഇലയൊക്കെ കളഞ്ഞെടുക്കണം നമ്മൾ. അപ്പോൾ ഇതിക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഈ കറുവത്തിയും പൂളി, ചെറിയമ്പ്, കാന്താരി മുളക് ഇത്രയും ഇട്ട് കണ്ടിട്ട് നമ്മളിത് വയ്ക്കണത്. നമ്മളെ പത്തണിക്കഞ്ഞിയും പടുകൂട്ടാനും അങ്ങനെ വെച്ച് നോക്കാം. കിട്ടിയിരിക്കണതാണെങ്കിലോ വണ്ണമില്ലാത്ത കുറച്ച് ചെറിയ താളം കുട്ടികളാണ്. എന്തായാലും വേണ്ടില്ല, ഞില്ലത് വെച്ച് കണ്ടൊക്കെ വെക്കുക. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ കറുത്തനൊക്കെ ഒന്ന് ചെത്തി നന്നാക്കട്ടെ. നമ്മളമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടാനേക്കാരിട്ടത്. നമ്മളിപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ ഇത് പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. സോനൊന്നും ഇത് പറ്റി തന്നെയല്ല കേട്ടോ. അപ്പം നമ്മൾ ചെറിയമ്പ് ഏതായാലും അത്യാവശ്യം വലിയ ചേമ്പാണ്. അതുകൊണ്ട് പിന്നെ നന്നാക്കി എടുക്കാൻ എളുപ്പമുണ്ട്. കുഞ്ഞേതല്ല, കറുത്ത ഫുള്ളായിട്ട് കയ്യിലൊതുങ്ങില്ല. അപ്പം അത് മുറിച്ചിട്ട് ചെറുതാക്കിയതാക്കിയിട്ടൊന്ന് ക്ലീൻ ആക്കിയതാണ്. നമ്മളെ താള് ചെറിയതായതുകൊണ്ട് തന്നെ പയറൊക്കെ കൂട്ടിപ്പിടിച്ച് അരിയണ പോലെ ഒക്കെ ഉണ്ട്. നല്ലോണം പൈപ്പിൻ്റെ തൊട്ട് കട്ടി കഴുകിയിട്ട് കൂട്ടിപ്പിടിച്ചങ്ങോട്ട് അരിയാണ്. കുറച്ച് കഴിഞ്ഞാൽ അറിയാം റിസൾട്ട് ചൊറിഞ്ഞിട്ട്. അപ്പോൾ കറുത്ത ആദ്യം നുറുക്കി പാത്രത്തിലുണ്ട്. അതിൻ്റെ മേലേക്ക് തന്നെ പൂളിയും കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. താള് പിന്നെ നമ്മൾ ആദ്യം തന്നെ കുക്കറിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തേക്കാണ്. എന്നാൽ പിന്നെ അതിൻ്റെ ചുരുങ്ങിക്കോളും. അല്ലെങ്കിൽ പിന്നെ ഫുള്ളായിട്ട് അതിൽ കൊണ്ടുപോകണമെന്നില്ല. മേലിടുകയാണെങ്കിൽ ഇത് താഴാകുമ്പോൾ പിന്നെ ഫസ്റ്റ് അത് ചുരുങ്ങുമ്പോൾ മറ്റേ അടിയൊക്കെ അങ്ങനെ ഇറങ്ങിക്കോളും. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ചെറിയമ്പ് നുറുക്കിയതും കൂടി ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ടോ. ചെറിയ കുക്കർ ആയതുകൊണ്ട് തന്നെ കുക്കർ പെട്ടെന്ന് ഫുള്ളായിക്കണം. ഇനി നമ്മൾ മുളക് നല്ലോണം ചതച്ചെടുക്കണം. മുളകൊക്കെ ചതച്ചു. ഇതിലേക്ക് അത്യാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ചതച്ച് വെച്ച മുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. എന്നിട്ട് കുക്കർ അടച്ച് അടുപ്പത്ത് വെച്ചാൽ കൂട്ടാൻ റെഡി ആയിട്ടോ. അത്ര പണിയുള്ളൂ. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഇത് ഞങ്ങൾ വെച്ചപ്പോൾ ഒന്ന് വീഡിയോ എടുത്തെന്ന് മാത്രം. അപ്പോൾ നമ്മളെ ഇത് ആകെ 3 വിസിലടിച്ച് ഓഫാക്കി കുക്കർ തുറന്നു. അപ്പോൾ ഇതൊക്കെ നല്ലോണം വെന്ത് വന്നിക്കണ്. അപ്പം ഇനി നമുക്കിതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ചട്ടി നല്ലോണം ചൂടായേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിക്കണ്. ഇനി കടുക് ഇട്ടിട്ട് കടുകും പൊട്ടി 2 കറിവേപ്പില ഇട്ടിട്ട് ഇതിലൊന്ന് കൂട്ടാനിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കൂട്ടാൻ റെഡിയായി. കാണാനൊക്കെ നല്ല ചൊറുക്കുണ്ട്, നല്ല മഞ്ഞ കളറിൽ. തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പടുകൂട്ടാൻ റെഡിയായി. ഇതിലേക്കൊരു ഉണക്കൽ മീനും കൂടി ഉണ്ടായാൽ സംഭവം അടിപൊളിയായി. അപ്പോൾ ഇതായിട്ട് നമ്മളെ കൂട്ടാനൊക്കെ പാത്രത്തേക്ക് വിളമ്പി. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.